ദഹനത്തിന് സഹായിക്കുന്ന മോരൊഴിച്ച് പുളിപ്പിച്ച നാരങ്ങ അച്ചാർ കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ആദ്യം കാണണേ, എന്നിട്ട് ഈ വീഡിയോ കാണൂ. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് അത് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ദിവസേനയുള്ള അതിൻ്റെ മാറ്റങ്ങളും അതിൻ്റെ ഫൈനൽ റിസൾട്ടുമാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഞാൻ അച്ചാറുണ്ടാക്കിയ ദിവസം തന്നെയാണ് ഒന്നാമത്തെ ദിവസമായിട്ട് എടുത്തിരിക്കുന്നത്. ഫെർമെൻറ്റേഷൻ അഥവാ പുളിപ്പിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല. അതിലുള്ള കഷ്ണങ്ങളൊക്കെ ഇപ്പോഴും ഫ്രഷ് തന്നെയാണ്. മാത്രമല്ല, അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം ഇപ്പോഴും വളരെ കുറവാണ്. ഇനി രണ്ടാമത്തെ ദിവസം, ആദ്യത്തെ 2 ദിവസങ്ങളിൽ ഞാൻ ഇത് ജാറ് അനക്കാതെ വെച്ചിരുന്നു കേട്ടോ. അതിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുന്നുണ്ടോ എന്ന് നോക്കാനും മറ്റുള്ള ചേഞ്ചസ് ശ്രദ്ധിക്കാനും ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാനുമാണ്. അതൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ അച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒരു ചെറുതായിട്ട് മഞ്ഞ കളറിലായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ദിവസം നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിലുള്ള വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന ഗ്യാസ് മുകളിലേക്ക് പോകുന്ന നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ അതിലെ അച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അച്ചാറിൻ്റെ തൊലിക്ക് കുറച്ച് കയ്പുണ്ട്, അതിൻ്റെ വെള്ളം കുറച്ച് സ്വീറ്റുമാണ്. ശരിക്കും ഈ അച്ചാറിൻ്റെ ഫെർമെൻറ്റേഷൻ അഥവാ പുളിപ്പിക്കൽ നടന്നു കഴിഞ്ഞാൽ ഈ കയ്പും മധുരവും ഒന്നും അതിനുണ്ടാവില്ല കേട്ടോ. മധുരമൊക്കെ വിഘടിച്ച് പോയിട്ടുണ്ടാവും. മൂന്നാമത്തെ ദിവസം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തേക്കണേ. 4-ാം ദിവസം, അന്നായിരിക്കും മിക്കവാറും എല്ലാവരുടെയും ചങ്കിടിക്കുന്നത്. ഒരു നേരത്തെ വെളുത്ത പാട് അച്ചാറിൻ്റെ മുകളിൽ കാണാൻ പറ്റും. പക്ഷേ പേടിക്കേണ്ട, ഇത് അപകടകാരിയല്ല. ഇത് ഈസ്റ്റിൻ്റെ പ്രവർത്തനം മൂലം ഉണ്ടാകുന്നതാണ്. പക്ഷെ ഇതിൽ കിടന്നു കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് ആകെ കൂടി വല്ലാത്തൊരു കുത്തുന്ന പുളിയാക്കി മാറ്റും അത്. അതുകൊണ്ട് മാക്സിമം ഇത് റിമൂവ് ചെയ്യുക, എടുത്ത് കളയുക. നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ട് പറ്റിപ്പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഷ്ണം ഒഴിവാക്കുക. ഒന്ന് കുപ്പിയുടെ അല്ലെങ്കിൽ ഭരണിയുടെ സൈഡുകളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും ലൂസായിട്ട് അടച്ചു വയ്ക്കുക. 5-ാം ദിവസം നമുക്ക് കുറച്ച് പണികളുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇതിലുള്ള വെള്ളത്തിൻ്റെ അംശം കൂടുന്നില്ല എന്നുള്ളത്. അതിന് കാരണം ഉണ്ട്. ഒന്നാമത്തേത്, പുളിപ്പിക്കൽ പ്രക്രിയ നടക്കുമ്പോൾ അത് വെള്ളത്തിനെ യൂസ് ചെയ്യും, കുറച്ച് വിഘടിച്ച് ഗ്യാസൊക്കെ ആയിട്ട് പോവും. 2-ാമത്തെ കാരണം, നാരങ്ങയുടെ തൊലി കുറച്ച് വെള്ളത്തിനെ അബ്സോർബ് ചെയ്യും, ആ രുചികളൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതാ കണ്ടോ, ഇത്ര താഴെയാണ് വെള്ളം നിൽക്കുന്നത്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളും ശരിക്കും ഇതിൽ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം, എന്നാലല്ലേ എല്ലാം ഒരുപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് തിളപ്പിച്ച് ആറിയ വെള്ളമാണ്. അതൊരു 125 ml വേണം, അതായത് അരക്കപ്പ് വെള്ളം ഞാനിത് അവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്, കല്ലുപ്പ്. അത് 1/2 ടീസ്പൂൺ. ഉപ്പിൻ്റെ അംശം കൂടിയാലും കുറഞ്ഞാലും ഫെർമെൻറ്റേഷൻ അഥവാ പുളിപ്പിക്കൽ പ്രോപ്പറായിട്ട് നടക്കില്ല. അതുകൊണ്ട് അതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് വെള്ളം നമുക്ക് നാക്കിൽ വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുന്ന തരത്തിലാവണം, കൂടാൻ പാടില്ല. എന്ന് വെച്ച് വെള്ളം പോലെ നമുക്ക് ഈസി ആയിട്ട് കഴിക്കാനും പാകത്തിനാവരുത്. ഉപ്പുണ്ട് എന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. ആ ഒരു പാകത്തിനാണ് ഉപ്പുവെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതായിപ്പോൾ കല്ലുപ്പ് 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ച് കഴിഞ്ഞു. ഇത് തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, നല്ലോണം ഉണങ്ങിയ പാത്രമാണ്, വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ല. അതിലേക്ക് ഞാൻ ഈ അച്ചാർ ഇടാൻ പോവുകയാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നേരെ ജാറിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇതാ ഈ നാരങ്ങയുടെ കഷ്ണം ശ്രദ്ധിച്ച് നോക്കൂ, ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി 2-3 ദിവസത്തിനുള്ളിൽ കൂടുതൽ അത് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഇതിൻ്റെ ചവർപ്പും മധുരമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ് കേട്ടോ. ഒരു 20 ഗ്രാം ഞാൻ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിലെ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അഥവാ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുമ്പോൾ
അതിലുള്ള ഓൾറെഡി ഉള്ള വെള്ളത്തിൻ്റെ ഫെർമെൻറ്റഡ് വെള്ളമാണല്ലോ അതൊന്ന് ഡൈല്യൂട്ടഡ് ആവും, ഒരു ലൂസാവും അത്. അപ്പോൾ ഫെർമെൻറ്റേഷൻ പ്രോസസ്സിനെ, പുളിപ്പിക്കലിനെ അതൊന്ന് ബാധിക്കും. അത് കുറച്ച് പതുക്കെ ആയിരിക്കും നടക്കുക. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നത്. ഇതായിപ്പോൾ ഉപ്പുവെള്ളവും നമ്മൾ ചേർത്ത് കൊടുത്തു ഇഞ്ചിയുടെ പുറകെ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി ചേർത്തത് കൊണ്ട് കുറച്ചുകൂടി നല്ല പവർഫുള്ളായിട്ട് ഫെർമെൻറ്റേഷൻ, പുളിപ്പിക്കൽ നടക്കും. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ച് കുപ്പിയിലേക്ക് തന്നെ നിറയ്ക്കുകയാണ്. ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരിട്ട് ജാറിലേക്ക് 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, വെള്ളം ഇപ്പം ടോപ്പ് ലെവൽ വരെ ആയിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ പൂർണ്ണമായിട്ടും മുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണത്. ചെറുതായിട്ട്, അധികം ഫോഴ്സ് കൊടുക്കാതെ ചെറുതായിട്ട് പ്രസ് ചെയ്താൽ മതി. ഇനി ഇത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ലൂസായിട്ട് ക്ലോസ് ചെയ്ത് റൂം ടെമ്പറേച്ചറിൽ വെക്കാം. 6-ാം ദിവസം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടിയിട്ടുണ്ട്, നല്ല കാര്യമാണ്. കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുമുണ്ട്. 6-ാം ദിവസവും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. 7-ാമത്തെ ദിവസം നോക്കിയപ്പോൾ അച്ചാർ റെഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മൾ അടുത്ത ദിവസം ഇത് എടുക്കുള്ളൂ. കഷ്ണങ്ങൾ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ ചവർപ്പ്, അതായത് കയ്പും മധുരമൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. മധുരം ലേശം ഒരു പൊടിക്ക് അറിയാനേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. നമുക്ക് നാളെ അച്ചാർ എടുക്കാം. ഇത് 8-ാം ദിവസം അച്ചാറിൻ്റെ കുപ്പി തുറന്നപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും, മേലെ പാടയൊന്നും കെട്ടാതെ തന്നെ നമുക്കിത് കിട്ടി. ഇത് കുപ്പി തുറക്കുമ്പോൾ തന്നെ നല്ലൊരു നാരങ്ങയുടെ നല്ലൊരു വാസനയാണ് കേട്ടോ. ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിതൊരു ഉണങ്ങിയ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അച്ചാറിൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് അതിൻ്റെ പാകത്തിന് എത്തിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ നമുക്ക് അച്ചാറിൻ്റെ ചാറ് കിട്ടുക. നമ്മൾ ഇതിൽ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ചാറിന് കട്ടി കുറച്ച് കുറവായിരിക്കും. പക്ഷേ നമ്മളിനി 2 ആഴ്ചത്തേക്ക് കൂടെ വെക്കുകയാണെങ്കിൽ, ഞാനിനി വെക്കാൻ പോവുകയാണ് 2 ആഴ്ചത്തേക്ക്, അപ്പോഴേക്കും ഇത് ഒക്കെ ഒന്നുകൂടി ജെല്ലാവും. അപ്പോൾ ഇതിൻ്റെ ചാറിന് കുറച്ചുകൂടി ഒരു തിക്നെസ് വരും. ഇനിയല്ല, നിങ്ങൾ 8-ാം ദിവസം മുതൽ അച്ചാർ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, വേണ്ട ആവശ്യമില്ല. ഉപ്പ് ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഫെർമെൻറ്റേഷൻ നടക്കില്ല, പുളിപ്പിക്കൽ നടക്കില്ല. ഞാനിത് രുചിച്ചു നോക്കി. അച്ചാറിൻ്റെ കഷ്ണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിന് വളരെ ചെറുതായിട്ടുള്ളൊരു കയ്പേ ഉള്ളൂ. അതുപോലെ അതിൻ്റെ വെള്ളത്തിനും വളരെ ചെറുതായിട്ടുള്ള ഒരു മധുരേ ഉള്ളൂ. അപ്പം ഞാനിനി തിരിച്ച് കുപ്പിയിലേക്ക് അച്ചാർ നിറയ്ക്കുകയാണ്. 2 ആഴ്ചത്തേക്കും കൂടെ വെക്കാൻ പോവാണ് ഞാൻ. 1-2 ചെറിയ പരീക്ഷണങ്ങളും കൂടെ ഉണ്ട്. നിങ്ങൾ ഇവിടെ വെച്ച് ഇത് നിർത്തുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കണേ കേട്ടോ. ഈ അച്ചാറുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചതിന് ശേഷം 1-2 കഷ്ണം എടുത്ത് കഴിച്ചാൽ മതി. നമുക്കൊരു സുഖം കിട്ടും. ഗ്യാസൊക്കെ പെട്ടെന്ന് പോകും നമുക്ക്. കഞ്ഞീൻ്റെ കൂടെ കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു അച്ചാർ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മോരൊഴിച്ച് പുളിപ്പിച്ചുണ്ടാക്കി അച്ചാർ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയൂ കേട്ടോ, കമൻറ്റിലിട്ടാൽ മതി. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.